നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ അതിമനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി അഴീക്കൽ ബീച്ചിലായിരുന്നല്ലോ. അഴീക്കൽ ബീച്ചിൽ നമ്മൾ ആ സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് നമ്മൾ ലേറ്റായതുകൊണ്ട് ഞങ്ങൾ അതിനടുത്തുള്ളൊരു ഹോട്ടലിൽ താമസിച്ച് നേരെ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. രാവിലെ ഇവിടെ ഒരു ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് വളരെ പോപ്പുലറാണ്. സൂപ്പർ സ്റ്റാറുകളെല്ലാം പോയി കഴിക്കുന്ന ഒരു ഹോട്ടലാണ്, പണ്ടേ ഉള്ളതാണ്. അവിടെ പോയി നല്ല അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു. ഇവിടെ വരുമ്പോൾ അത് പോകാൻ നല്ല സ്ഥലമാണ് ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറയും. ഇവിടെ നമ്മളുടെ KSRTC ബസ് സ്റ്റേഷനുണ്ട്, അതിൻ്റെയൊക്കെ കുറച്ച് അടുത്താണ്. ഞങ്ങളിപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ വളരെയധികം കാശ് ചിലവാക്കി നമ്മൾ വെനീസിലൊക്കെ പോകാറുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ബോട്ട് സർവീസ് എടുക്കാൻ വേണ്ടി. പക്ഷേ ഇത് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഈ നദിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വെനീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? നമുക്ക് ഈ നദിയിലൂടെ പോയി കഴിഞ്ഞാൽ നദിയുടെ ഇരുവശങ്ങളിലുമായിട്ട് സാധാരണക്കാരായ ആൾക്കാരുടെ സന്തോഷമായ ജീവിതം കാണാം. മാത്രമല്ല, കുട്ടികൾ ആഹ്ലാദത്തോടെ ഈ നദിയിലേക്ക് ചാടിക്കളിക്കുന്നത് കാണാം. പ്രായമുള്ള ആൾക്കാർ ചെറിയ കപ്പ് ചായയൊക്കെ ആയിട്ടിരുന്ന് കുശലം പറയുന്നത് കാണാം. ഇത് ഒരു ഹോളിഡേ മാത്രമല്ല, ഒരു ജീവിത അനുഭവം കൂടിയാണ്. ഈ വെനീസിൽ പോയാൽ ഒരു പക്ഷേ നമുക്ക് കിട്ടാത്തതും അതാണ്. അവിടെയെല്ലാം റിച്ചായിട്ടുള്ള ആൾക്കാർ രണ്ട് വശത്ത് വരുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്ന് മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോളിഡേയും ആവും, ഒരു ജീവിത അനുഭവം കൂടിയാവും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ഓരോ ഭാരതീയരും അല്ലെങ്കിൽ ഓരോ കേരളീയരും ഇവിടെ വന്നതെന്ന് അനുഭവിക്കേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ കിഴക്കിൻ്റെ വെനീസ്. കൊല്ലത്ത് വന്നപ്പോൾ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ബോട്ടിൽ കയറി നമ്മൾ പോയത് ഓർക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു ബോട്ട് സർവീസ്, വേഗ ബോട്ട് സർവീസ് ഇവിടെയും ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഡബിൾ ഡെക്കറാണ് ഉപയോഗിച്ചത്. ഇവിടെ ഇത് സിംഗിൾ ആയിട്ടുള്ള ഒരു സർവീസാണ്, സിംഗിൾ സ്റ്റോറി ആണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ AC ആണ്. അവിടെ കൊടുത്ത അതേ പ്രൈസ് തന്നെയാണ് ഇവിടെയും കൊടുക്കാനുള്ളത്. നമുക്ക് ഫുഡെല്ലാം ഇതിൽ സർവീസ് ഉണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് കൊണ്ടുവരും. ഇതിൻ്റെ എല്ലാ സർവീസും ഉൾപ്പെടെ ആണ് ചാർജ് ചെയ്യുന്നത്. അഡീഷണൽ ഫുഡ് വേണമെങ്കിൽ, അഡീഷണൽ പ്രൈവറ്റ് സ്പെഷ്യൽ ഫുഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ കുടുംബശ്രീയാണ് ഇതിൻ്റെ ഫുഡ് സർവ് ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു കാര്യമാണ്. അത് മാത്രമല്ല, രാവിലെ പോയി കഴിഞ്ഞാൽ 1 ഡേ ട്രിപ്പ്. സാധാരണ ഇപ്പോൾ വലിയ പ്രത്യേകിച്ചുള്ള മറ്റ് ബോട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാമെന്നുള്ളതല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഇത്രയും ആൾക്കാരുമായിട്ട് ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല 400 രൂപയേ ഉള്ളൂ, മറ്റേതൊക്കെ ആയിരക്കണക്കിന് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കും അതിന് പോകുന്നതിന് പ്രത്യേക എൻജോയ്മെൻറ്റ്. ഒരു ഫാമിലിക്ക് ഒറ്റയ്ക്ക് ഒരു ബോട്ടെടുത്ത് പോകാൻ കഴിയും. പക്ഷേ 400 രൂപ കൊടുത്താലും
അതേപോലെ ഒരു ദിവസത്തെ മൊത്തം നമുക്ക് ഈ പുന്നമട കായലിലൂടെ കറങ്ങി തിരിച്ചു വരാനുള്ള അവസരവും നമ്മൾ ജലഗതാഗത വകുപ്പ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ സാധാരണക്കാരുടെ ജീവിതം കാണണമെങ്കിൽ നമ്മളെപ്പോഴും ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതിന് ഒരു നല്ല ഉദാഹരണം കൂടിയാണിത്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് എല്ലാവരും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ബസ് കാത്ത് നിൽക്കുന്ന കണക്ക് ബോട്ട് കാത്ത് നിൽക്കുന്ന സ്ഥലമാണ്. ആലപ്പുഴ, മംഗലശ്ശേരി, പുഞ്ചേരി, കുപ്പപ്പുറം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിർത്തിപ്പോകുന്ന ബസ് സർവീസ് പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസ് തന്നെയാണ്. വളരെ തുച്ഛമായ പൈസയുള്ളൂ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലെല്ലാം പോവാം. ബസ്സിന് പകരം ഉള്ള ഒരു ജലഗതാഗതമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ജനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളും വളരെ തുച്ഛമായ പൈസ കൊടുത്തിട്ട് ഇതിൽ കയറി കറങ്ങി വരുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആലപ്പുഴ വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഹോളിഡേയും ഒരു ജീവിത അനുഭവങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമല്ല പല ദിവസങ്ങൾ സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രശസ്തമായ പുന്നമടയിലെത്തും. പുന്നമട ഏതായാലും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ലോക പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒന്ന് കാണണമെന്നും നമ്മുടെ പ്രേക്ഷകരെ അത് കാണിക്കണം എന്നും തോന്നിയതുകൊണ്ട് ഞങ്ങൾ പുന്നമടയിലേക്ക് പോവുകയാണ്. പുന്നമടയുടെ വിശേഷം എന്ന് പറയുന്നത് ഈ വള്ളംകളി തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ അറിയാമല്ലോ, ചെറിയ കൊതുമ്പ് വള്ളവും വലിയ ചുണ്ടൻ വള്ളങ്ങളും ആയിട്ടുള്ള ഒരു ആവേശം തുടങ്ങുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഏതായാലും പുന്നമടയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ആലപ്പുഴ ടൗണിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുന്നമട കായലിലെത്തും. പുന്നമട കായലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ആ ഓണം സമയത്ത് വരുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണിത്. ഇത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ ഇത് വളരെ ശാന്തമായി കിടക്കുന്നു. നമുക്ക് നോക്കാം, എല്ലാ ബോട്ടുകളും എല്ലാം പാർക്ക് ചെയ്തിട്ട്, ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ 100 കണക്കിനാണ് 2 സൈഡിലും പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലോ.
ഈ മാത്രമല്ല ഈ പുന്നമട വളരെ ശാന്തമാണ്, വളരെ ശാന്തമാണ്. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശാന്തത അനുഭവപ്പെടുന്നു. ജസ്റ്റ് ഇമാജിൻ പുന്നമട നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ദിവസം ഒന്നാലോചിച്ച് നോക്കൂ. ആ ദിവസം ഈ ഏരിയ മൊത്തം ആർപ്പുവിളിയുടെയും ആരവത്തിൻ്റെയും ഒരു കൊടുങ്കാറ്റായി തന്നെ മാറുന്ന സ്ഥലമാണ് ഈ പുന്നമട കായലിൻ്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാഞ്ഞിക്കാട്ടിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്കാം, കാട്ടിൻ പാദസരങ്ങൾ കിളുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. നമുക്ക് ആലപ്പുഴ വരുമ്പോൾ പലതരം രീതിയിൽ നമുക്ക് ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ ബോട്ടുകളെടുക്കാം, ചെറിയ ബോട്ടുകളെടുക്കാം, ഇതുപോലെ ബഹളമൊക്കെ ഉണ്ടാക്കി പോകുന്ന ബോട്ടുകളെടുക്കാം. കൂടാതെ നമുക്ക് പഴയ രീതിയിലുള്ള വള്ളങ്ങളെടുക്കാം. വള്ളം എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരാൾ കാണും, ഇത് തുഴഞ്ഞ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള പഴയ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ നമുക്ക് യഥാർത്ഥത്തിൽ ആലപ്പുഴ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പക്ഷേ ഈ വള്ളത്തിലിരുന്നപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, വലിയ വലിയ ബോട്ടുകൾ പോകുമ്പോൾ ഇത് ശരിക്കും ആടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് സേഫ്റ്റി പ്രിക്കോഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വള്ളത്തിൻ്റെ യാത്ര ഈ നദിയിലൂടെ പുന്നമട കായലിലൂടെ നമുക്ക് പോകാനും കഴിയും എന്നുള്ളതാണ്. ആലപ്പുഴ വരുമ്പോൾ ഏതായാലും ഒരു 2-3 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ നാടനായിട്ടുള്ള തനി നാടനായിട്ടുള്ള നല്ല കുറേ ആൾക്കാരും സ്നേഹം നൽകുന്ന ആൾക്കാരും നല്ല കുട്ടികളും ഇതൊരു വേറൊരു പാരഡൈസ് തന്നെയാണ്. നമുക്ക് വെനീസിലൊന്നും പോയാൽ ഇത്തരം ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ പോയത് പുന്നമട കായലിൻ്റെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിരുന്നു. ഇതിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ കുറച്ചുകൂടെ വ്യാപ്തിയുള്ള സ്ഥലമാണ് ഈ ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് 1 ദിവസമോ 2 ദിവസമോ വേണ്ടി വരും. ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് പോകുന്നത് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ മാതാ ബോട്ട് ജെട്ടിയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകൾ എടുക്കാൻ പറ്റും. വളരെ തുച്ഛമായ വിലയുള്ളൂ. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പുന്നമട കായലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഫിനിഷിംഗ് പോയിൻ്റ് ഒക്കെ ഇവിടെ നിന്ന് പോകാൻ കഴിയും. ഞങ്ങളേതായാലും അതിൻ്റെ ടൈമിങ്ങിന് വെയിറ്റ് ചെയ്യാതെ ഞങ്ങളൊരു പ്രൈവറ്റ് ബോട്ട് എടുത്ത് കുറച്ച് സ്ഥലം ഒന്ന് കറങ്ങി പ്രേക്ഷകരെ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഇതാണ് ഞങ്ങൾ ഹയർ ചെയ്തിരിക്കുന്ന ബോട്ട്. ഇതിനും അങ്ങനെ മണിക്കൂറിന് വലിയ ചാർജൊന്നുമില്ല. ഏതാണ്ട് ഒരു 1000-2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് കറക്കി അവർ കൊണ്ടുവരും. പിന്നെ വൈകുന്നേരം വരെ വേണമെങ്കിലും ഹയർ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻസ്, നമുക്ക് എത്രത്തോളം സമയമുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു ബോട്ട് സവാരി ഇരിക്കുന്നത്. നമ്മൾ വെനീസിൽ പോകുന്ന കണക്ക് തന്നെയാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ 2 സൈഡും നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വേറൊരു സ്റ്റൈലിലുള്ള ചെറിയ ഒരു ബോട്ടാണ്. നമുക്ക് റിലാക്സ് ചെയ്യണമെന്നുള്ളത് ഇവിടെ കിടക്കാൻ വേണമെങ്കിൽ കട്ടിലുണ്ട്, ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാം. പിന്നെ കുറച്ച് നമ്മൾ ചാരുകസേര പോലത്തതൊക്കെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് വന്ന് നോക്കിയിട്ട് ബോട്ടുകൾ അപ്പോഴപ്പോഴും ഹയർ ചെയ്യാവുന്ന സ്ഥലമാണ്. നേരത്തെ പ്രീ ബുക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയധികം ബോട്ടുകൾ കിടക്കുകയല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ട് എടുത്ത് ചെറിയൊരു സവാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പുന്നമട കായലിൻ്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. ഇത് വളരെ ചെറിയ ഒരു ബോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് 15 പേർക്ക് വരെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ സൈഡിലുമൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ. 10 പേർക്കോ 15 പേർക്കോ വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബോട്ടാണ്. ഇതെടുത്തിട്ട് നമുക്ക് മണിക്കൂറിന് ഹയർ ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫീല് കിട്ടുകയും ചെയ്യും. മാത്രമല്ല, ജലഗതാഗതം യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഈ മോഡൽ എടുത്തു വെച്ച് പുതിയ ഡെവലപ്മെൻറ്റും കൂടെ ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജലഗതാഗതം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ റോഡിലെ ഈ ട്രാഫിക്കെല്ലാം അവോയ്ഡ് ചെയ്യാനും സാധിക്കും. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റാണ് ഈ കാണുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്യു അവിടെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ഒന്നും ഈ ഹൗസ് ബോട്ടുകളൊന്നും കാണത്തില്ല, എല്ലാം മാറ്റിയിട്ടിട്ട് വള്ളംകളിയുടെ മാത്രം ഉള്ള ഒരു സ്ഥലമായി മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി സമയത്ത് നമുക്കൊരു VIP സ്റ്റാൻഡ് കാണാറുണ്ടല്ലോ. VIP-കളെല്ലാം വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇതൊരു ചെറിയൊരു ഐലൻഡ് പോലെ ഉള്ള ഒരു സ്ഥലമാണ്. അവർ യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ട് ബോട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് VIP-കളെല്ലാം ഇരിക്കുകയും ഇവിടെയാണ് ഇതിൻ്റെ സെറിമണിയൊക്കെ നടക്കുന്നതും. അതാണ് ഈ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്.
ആലപ്പുഴ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ചെറിയ ഈ ഒരു ബോട്ട് സവാരി പ്രധാനമാണെന്ന് തന്നെ പറയാം. കാരണം 2-3 ചോയ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ബോട്ട് എടുത്ത് പോകുന്നതിന് കുറച്ച് പൈസ അധികമാണ്. 10-40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ സർവീസ് എപ്പോഴും ഉണ്ട്. അതിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കാം. ഇത് നമ്മൾ KSRTC ബസ് പോകണ കണക്ക് തന്നെ ടൈം വെച്ചിട്ടുണ്ട്. ഇത്ര മണിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത വരുന്ന സമയമെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് ഈ ബോട്ട് സവാരി ആസ്വദിക്കാനും കഴിയും. ഞങ്ങളുടെ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുന്ന ഈ യാത്ര തീരദേശത്തു കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ എടുത്തു പറയേണ്ട 2 സ്ഥലങ്ങളാണ് ഉള്ളത്, തീരപ്രദേശത്തുള്ളത്. ഒന്ന് ആലപ്പുഴ ബീച്ചും മറ്റൊന്ന് മാരാരി ബീച്ചുമാണ്. ഈ ആലപ്പുഴ ബീച്ചിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിവിശാലമായ മണൽ തിട്ടയാണ് ഇവിടെ ഉള്ളത്. ആയിരക്കണക്കിന് ആൾക്കാർ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തീരമാണ് ഉള്ളത്. പല സ്ഥലങ്ങളിലും നമുക്ക് നോക്കുമ്പോൾ തീരം വളരെ കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വിശാലമായ സ്ഥലമുണ്ട് ആലപ്പുഴ ബീച്ച് എന്ന് പറയും. ഇവിടുത്തെ നാഷണൽ ഹൈവേയുടെ ബൈപ്പാസ് കടന്നു പോകുന്ന തൊട്ട് അടുത്തുകൂടെ തന്നെയാണ്. നമുക്ക് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബൈപ്പാസിൽ കയറുന്നതിന് പകരം അതിൻ്റെ താഴെ കൂടെ ഉള്ള റോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈവനിങ്ങിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ലൈവ്ലി ആയിട്ടുള്ള ഒരു ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. ഏതായാലും ഇവിടെ ഒന്ന് ഇറങ്ങി ഈ ആലപ്പുഴ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് അതിമനോഹരമായിരിക്കും. ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വൈകുന്നേരം വരെ നിന്ന് ഒരു ദിവസം കളയാൻ പറ്റത്തില്ലല്ലോ. ഇവിടം ഈവനിങ് ആണല്ലോ. തീരപ്രദേശം എപ്പോഴും നമുക്ക് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്താണ് നമുക്ക് എടുക്കാനുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. 3 മണിയായിരിക്കുന്നു. നല്ല ചൂടുള്ള സമയമാണ്. എന്നിരുന്നാലും ഇതും ഒന്ന് കവർ ചെയ്ത് എല്ലാ പ്രേക്ഷകരെയും കാണിക്കാം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ഉച്ചയാണോ വൈകുന്നേരമാണോ എന്നും നോക്കുന്നില്ല. ആലപ്പുഴ ബീച്ചിലെ ഒരു ഐക്കോണിക് പ്ലേസാണിത്. മുമ്പ് ഉണ്ടായിരുന്നൊരു പാലത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇളകിപ്പോയിരിക്കുന്നു. നമുക്ക് ഒരുപാട് സിനിമകളിൽ, മലയാള സിനിമകളിൽ ഈ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാവണം. അത് ഈ ആലപ്പുഴ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈവനിങ്ങിൽ ഇവിടെ ധാരാളം കടകളെല്ലാം കാണാൻ കഴിയുന്നു നമുക്ക് മനസ്സിലാക്കാം. അത്രത്തോളം ആൾക്കാർ ഇവിടെ ഡെഫിനറ്റായിട്ട് വൈകുന്നേരങ്ങളിൽ എത്തും എന്നുള്ളത് തീർച്ചയാണ്. ആലപ്പുഴ ബീച്ചിൻ്റെ തൊട്ട് അടുത്താണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് കാണുന്നത്. അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് തൊട്ട് ഇതിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ ബീച്ച് ലൈറ്റ് ഹൗസിൽ കൂടെ വരാൻ പറ്റും. എൻട്രി ഫീ 20 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു വ്യൂ കിട്ടും. നല്ല പെനോരമിക് ആയിട്ടുള്ള ഈ ബീച്ചിൻ്റെ, ആലപ്പുഴ ബീച്ചിൻ്റെ ഒരു വ്യൂവും കിട്ടും. നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത.